ഹായ് ഹവ് യു ഓൾ. എന്നതും പോലെ വീക്കെൻഡ് ഞാൻ എൻ്റെ പെൻഡിങ് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് മാൽ പ്രാക്ടീസ് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ് നമ്മുടെ നേഴ്സുമാർക്ക്, മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഇൻഷുറൻസാണ് മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ്. മുമ്പ് ഇത് അത്രത്തോളം പ്രാധാന്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം കമ്പൽസറി ആയിട്ട് ഈച്ച് കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ് ചെയ്തേക്കണം. കാരണം കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുമല്ലോ. അതിന്റെ കൂടെ തന്നെ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. കാരണം റണ്ണിങ് കോൺട്രാക്റ്റിൽ ഒരു ഇൻഷുറൻസ് എന്തായിരുന്നാലും കമ്പൽസറി ആയിട്ട് വേണം. അപ്പോൾ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ് അതെന്തുകൊണ്ടും നമുക്ക് മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെഡിക്കൽ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് വരുന്ന സ്റ്റാഫ് ആണെങ്കിൽ മെഡിക്കൽ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഏജൻസി എടുത്ത് തരുവാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മെഡിക്കൽ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ് ആണോ, അത് വാലിഡ് ആണോ ഇന്റർനാഷണൽ ലെവലിലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിക്കൽ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസിന്റെ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇപ്പൊ പേഷ്യന്റ് മൊറാഫിക് ആണെങ്കിലും, അതായത് പേഷ്യന്റ് ബൈസ്റ്റാൻഡർ ആണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻ എറർ അല്ലെങ്കിൽ നിയർ മിസ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിയമപരമായ കാര്യങ്ങളിൽ നമ്മൾക്കൊരു മുതൽക്കൂട്ടാണ് മെഡിക്കൽ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ്. ഏകദേശം 1 lakh റിയാൽ വരെ അത് കവറപ്പ് ആയിട്ട് വരുന്നുണ്ട്. സോ ഒരു വർഷത്തേക്കുള്ള കേട്ടോ, ഒരു വർഷം 1 lakh റിയാൽ കവറപ്പ് ആയി വരുന്നുണ്ട് ഏത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ. സോ അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ ചിലപ്പോൾ വിചാരിക്കാം ഞാൻ അങ്ങനെ ഇതൊന്നും ചെയ്യുന്നില്ലെന്ന്, ബട്ട് ബൈ മിസ്റ്റേക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബൈ ലക്ക് കാരണം അൺലക്ക് കാരണം വേണ്ടിയിട്ട് പല മിസ്റ്റേക്കുകളും നമ്മുടെ ഇതിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനത്തെ ഇൻസിഡന്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സോ അത് കാരണം നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം കേസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഇതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ആരും അങ്ങനെ ഒരു തെറ്റും ചെയ്യാണ്ടിരിക്കട്ടെ. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് മെഡിക്കൽ മാൽ പ്രാക്ടീസ് ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്കിപ്പം പല റേറ്റിനുള്ളത് ഹോസ്പിറ്റൽ കാര്യം പറയുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ പല ഇൻഷുറൻസ് ഒക്കെയാണ് ഞാനൊക്കെ ഇവിടെ വന്നപ്പെടുത്തത്. അത് ഒരു കൊല്ലത്തേക്ക് എന്ന് പറയുന്നത് 250 റിയാൽ 290 റിയാലായിരുന്നു പോകുന്നത്. പക്ഷേ നമുക്ക് അല്ലാണ്ട് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ വലയായിരുന്നാലും ഏത് തരം ഇൻഷുറൻസ് ആയിരുന്നാലും, ഞാനൊക്കെ ഇപ്പോൾ എടുക്കുന്ന അൽസാഗർ ഇൻഷുറൻസ് ആണ്. രണ്ടിനും 1 lakh തന്നെയാണ് കവറപ്പ്. പക്ഷേ റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. 59 റിയാലൊക്കെ വരുന്നുള്ളൂ കേട്ടോ.